ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. ഇന്ന് ഞാനൊരു കട്ട്ലേറ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നുള്ളത്. അപ്പോൾ ഇത് ചിക്കനും ബീഫൊന്നും ചേർക്കാത്ത ഒരു കട്ട്ലേറ്റാണ്, എന്നാലും ടേസ്റ്റിലൊട്ടും കുറവില്ല. അപ്പോൾ അത് ആ പാനിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് വേപ്പില ചെറുതായി കട്ട് ചെയ്തത് ചേർത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂണ് വെളുത്തുള്ളി ചെറുതായി കട്ട് ചെയ്തത് ചേർത്തിട്ടുണ്ട്. കട്ട്ലേറ്റിൽ എപ്പോഴും നമ്മളിതുപോലെ കട്ട് ചെയ്തിട്ടാണ് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളകൊക്കെ ചേർത്ത് കൊടുക്കേണ്ടത്. ചതച്ച് ചേർത്താൽ ആ ഒരു ടേസ്റ്റ് കട്ട്ലേറ്റിന് കിട്ടൂല. അപ്പോൾ ഇഞ്ചി 2 ടേബിൾ സ്പൂണോളം കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് രണ്ടും ഒന്ന് വഴന്നു വന്നതിന് ശേഷം, ആ പച്ചമണം പോയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഒരു 7 പച്ചമുളക് കട്ട് ചെയ്തത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പച്ചമുളക് അധികം എരിവില്ലാത്തതായതുകൊണ്ട് ഞാൻ 7 എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കിട്ടുന്നത് നല്ല എരിവുള്ളതാണെങ്കിൽ അതിനനുസരിച്ചിട്ട് കുറച്ചെടുത്താൽ മതി. ഇനി നമുക്ക് ഇതിലേക്ക് സവാള ചേർത്ത് കൊടുക്കുക. 2 കപ്പ് സവാള ചെറുതായി കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക. 4 മീഡിയം സൈസ് സവാളയാണ് എടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ടൊന്ന് വഴന്നു വരട്ടെ. സവാള നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇനി മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ തന്നെ ഗരം മസാല. ഈ ഗരം മസാലയിൽ പെരിഞ്ജീരകമൊക്കെ ചേർത്തിട്ട് ഉണ്ടാക്കുന്നതുകൊണ്ട് ഞാനത് പെരിഞ്ജീരകം സെപ്പറേറ്റ് ചേർത്ത് കൊടുക്കുന്നില്ല. നിങ്ങളെ ഗരം മസാലയിൽ അങ്ങനെയല്ല എങ്കിൽ കുറച്ച് പെരിഞ്ജീരകത്തിൻ്റെ പൊടി കൂടെ വേറെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ തന്നെ നന്നായിട്ടൊന്ന് വഴറ്റിയിട്ടെടുക്കുക. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒന്നും കൂടെ നന്നായിട്ട് വഴറ്റിയിട്ടെടുക്കുക. മസാലകളെല്ലാം നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കുക. അപ്പം ആദ്യം 1/2 കപ്പ് ബീൻസ് ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ തന്നെ 2 മിനിറ്റോളം ഒന്ന് വഴറ്റി കൊടുക്കുക. ഇനി ഇതിലേക്ക് ക്യാരറ്റ് ചെറുതായി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ഇത് 1/4 കപ്പ് ചേർത്ത് കൊടുക്കണുള്ളൂ. അതുപോലെ തന്നെ ബീട്രൂട്ടും 1/4 കപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബീട്രൂട്ടും ക്യാരറ്റും ഒരുപാട് ചേർത്ത് കൊടുക്കരുത്. നമ്മൾ എത്രയാണോ ബീൻസ് എടുക്കുന്നത് അതിന്റെ പകുതി മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അല്ലെങ്കിൽ കട്ട്ലേറ്റ് മധുരിക്കും, അതുപോലെ തന്നെ കളറിനും ഒരുപാട് ചേഞ്ച് വരും. ഇനി 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുകൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ടെടുക്കുക. ഇനി വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ട് ഒരു 2 മിനിറ്റോളം ഒന്ന് അടച്ചു വെക്കുക. അപ്പോൾ വെജിറ്റബിൾസ് ഒക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള ഗ്രീൻ പീസ് ചേർത്ത് കൊടുക്കുക. 1/2 കപ്പോളം ഉണ്ട്. അപ്പോൾ ഗ്രീൻ പീസ് വേവിക്കുമ്പോൾ കുറച്ച് നന്നായിട്ട് ഉടഞ്ഞിരിക്കണം, കുറച്ച് അങ്ങനെ കിടന്നോട്ടെ. ഇതൊരു സ്പെഷ്യൽ ടേസ്റ്റ് ആയിട്ട് അങ്ങനെ നമ്മൾ ചേർത്ത് കൊടുക്കുമ്പോൾ. നമ്മൾ പുറത്തുനിന്നൊക്കെ വാങ്ങിക്കണതിൽ അത്ര തന്നെ ഗ്രീൻ പീസ് വെന്ത് ഉടഞ്ഞിട്ടുണ്ടാവില്ല. അപ്പോൾ ഇതുപോലെ ചെയ്ത് നോക്കിയാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. ഗ്രീൻ പീസ് പിന്നെ വേവാനൊന്നുമില്ല, അത് നന്നായിട്ട് വെന്തുടഞ്ഞത് കൊണ്ട് തന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് കൊടുത്താൽ മതി. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വേപ്പില കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് അടച്ചു വെച്ച് 1 മിനിറ്റ് നേരം വേവിച്ചെടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് 2 മുട്ട ഇതുപോലെ തന്നെ പൊടിച്ചെടുത്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മളെ ഈ ഒരു കട്ട്ലേറ്റിന് നല്ലൊരു ടേസ്റ്റ് ആണ്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കുക. ഇനി ഇതിലേക്ക് 1/4 കപ്പ് ബ്രെഡ് ക്രംസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മൾ ബ്രെഡ് ആദ്യം ഒന്ന് ചൂടാക്കി എന്നിട്ട് മിക്സിയിലിട്ട് പൊടിച്ച് വീണ്ടും ചൂടാക്കി പിന്നെ പൊടിച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ. അങ്ങനെയുള്ള ഇതാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ നമുക്ക് ഇതിലേക്ക് ഉരുളൻകിഴങ്ങ് വേണം, ഒരു 6 എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് പൊടിച്ചെടുത്തിട്ട് കൊണ്ടുവരാം. അപ്പൊ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കാം.
ഇപ്പൊ ഇത് നന്നായിട്ട് കൈ വെച്ചിട്ട് തന്നെ മിക്സ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോരോ ഉരുളാക്കിയിട്ട് ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്ക് ഉണ്ടാക്കിയിട്ട് എടുക്കാം. അപ്പൊ നോർമലായിട്ട് സാധാരണ കട്ട്ലേറ്റിന്റെ ഷേപ്പ് ഉള്ള ആ ഇതിലാണ് ഉണ്ടാക്കിയിട്ട് എടുക്കുന്നത്. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള എല്ലാം റെഡിയാക്കിയിട്ട് എടുക്കാം. ഇപ്പൊ നമ്മുടെ കട്ട്ലേറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് മുക്കി ഫ്രൈ ആക്കി എടുക്കാനുള്ളത് റെഡി ആക്കി വെക്കുക. അപ്പൊ ആദ്യൊരു അരക്കപ്പോളം വെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്കൊരു 1/4 കപ്പോളം മൈദ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മൈദ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് 2 മുട്ട ചേർത്ത് കൊടുക്കുക. മുട്ട വെള്ള മാത്രമല്ല ചേർത്ത് കൊടുക്കുന്നത്, മഞ്ഞയും കൂടിയിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് ഇതുപോലെ തന്നെ മിക്സ് ചെയ്തിട്ട് കൊടുക്കുക. ഇതിലേക്ക് ഒരു നുള്ള് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുരുമുളക് വേണമെന്നുണ്ടെങ്കിൽ കുരുമുളകും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ കുരുമുളക് ചേർത്ത് കൊടുത്തിട്ടില്ല. ഇനി ബ്രെഡ് ക്രംസ് ഇതാ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഓരോന്നൊന്നും ഇതിൽ മുക്കിയിട്ട് ബ്രെഡ് ക്രംസിലൊന്ന് റോളാക്കിയിട്ട് എടുക്കുക. എന്നിട്ട് വീണ്ടും നമുക്ക് മുട്ടയിൽ മുക്കുക. പിന്നെ വീണ്ടും ബ്രെഡ് ക്രംസ് ഒന്ന് റോളാക്കിയിട്ട് എടുക്കുക. അപ്പൊ നമുക്കിത് ഒരിക്കലും പൊട്ടൂല, അതുപോലെ തന്നെ ആ ഒരു ഓയിൽ ചീത്താവൂല. ബാക്കിയുള്ള എല്ലാം നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. ഇപ്പൊ കട്ട്ലേറ്റ് എല്ലാം ബ്രെഡ് ക്രംസിൽ റോളാക്കി വെച്ചിട്ടുണ്ട്. ഇതാ എണ്ണ ചൂടായിട്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒട്ടും ഓയിലൊന്നും കേടാവില്ല. നമുക്കിത് തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കാം. നന്നായിട്ട് ബ്രൗൺ ആയിട്ടുണ്ട്. നമുക്കിത് ഓരോന്നും എടുത്തു മാറ്റാം. അപ്പോൾ ചിക്കനും ബീഫും ഒന്നും ഇല്ലെങ്കിലും നമ്മളെ വീട്ടിലുള്ള വെജിറ്റബിൾസ് വെച്ചിട്ട് ഇതുപോലെ തന്നെ നല്ല അടിപൊളി ടേസ്റ്റിൽ കട്ട്ലേറ്റ് ഉണ്ടാക്കിയിട്ട് എടുക്കുക. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.